ഞാനില്ലാതെ ഇവിടെ ഈച്ച പറക്കൂല. ഇതൊക്കെ ഏത് യൂണിവേഴ്സാ? ഇവളെ ഞാൻ എന്റെ കുടുംബത്ത് കയറ്റൂല. എന്തായിരുന്നു പേര് പറഞ്ഞ? ഡുണ്ടു അല്ലേ? പോയിട്ട് വരാതെ ഡുണ്ടു. ഞാനേ ഒരു കാര്യം നീല അല്ല നീക, ഞാനൊരു കാര്യം നിന്റെ അടുത്ത് പറയാണ്. ആണ്ടിലൊരിക്കൽ വരുന്നവനൊക്കെ നീ ഉണ്ടായിരുന്നോളാ നീക. ചന്ദ്ര അതെന്ത് ഞാനല്ലാണ്ട് പിന്നെ ആര് അല്ലണ്ണ ഇല്ലണ്ണ എന്ത് എന്താണ്? ഹലോ കേക്കെ പറ. ഞാന് കുറച്ച് ദിവസമല്ലേ കേക്ക് കണ്ടിട്ട്. അങ്ങോട്ട് വിളിച്ചാലേ നമ്മളൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനല്ല, എന്തെങ്കിലും ആവശ്യം വരണം, അങ്ങനെയാണല്ലോ. അങ്ങനല്ല കേക്ക്, അങ്ങനെയാണോ ഞാൻ കേക്കെ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെയല്ല കേക്കെ ഫോൺ എടുത്തിട്ട് ഒന്ന് നോക്കി എന്റെ എത്ര മിസ് കോൾ ഉണ്ടെന്ന്. ഞാൻ എന്നും നോക്കാറുണ്ട്, ഒരു മിസ് കോൾ ഞാൻ കണ്ടില്ല. കേക്കെ എന്റെ മിസ് കോൾ എത്ര നോക്കി നോക്കി. ഇന്നലെ എത്ര മണി വരെ ഉണ്ടായിരുന്നു കേക്ക് ഇവിടെ? 1 മണി വരെ. ഞാൻ 2:45 വരെ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ. ഇന്നലെ നമ്മൾ വേറെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്ന് കേക്ക് വിളിച്ചത്. 2-3 വട്ടം വിളിച്ച് ഇന്നലെ ഒന്ന് കാണാൻ. പിന്നെ ഈ കഴിഞ്ഞ 7-ാം തീയതി അടുത്ത ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഫോൺ. 7-ാം തീയതി 9-ാം തീയതി രാത്രി 11:45 പിന്നെ 13 ഫോൺ റീചാർജ് ചെയ്യണം കേട്ടോ, ഗോയിങ് ഇല്ല തോന്നുന്നു. ഇത് ശരിക്കും എന്റെ ഫോണിൽ ബാലൻസ് ഉണ്ട്. കേക്കൊക്കെ തോന്നുന്നുണ്ടോ ഇത്രയും കോടികൾ സിറ്റിയിലിട്ട് അമ്മാനമായി ആടി കളിക്കുന്ന എന്റെ റീചാർജ് ചെയ്യാനുള്ള പൈസ ഇല്ലെന്ന്? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞേ, ഫോണൊക്കെ ഇന്നലെ ഞാൻ നിങ്ങളുടെ ഗോഡ്ഫാദറിന്റെ കോൾ കട്ട് ചെയ്ത് വിട്ടു. യു മീൻ ജോക്കി? യെസ്, ജോക്കി ആക്ച്വലി ഒരു മെന്റൽ ഡിപ്രഷനിലാണ്. അതുകൊണ്ടായിരിക്കും ആരോട് സംസാരിക്കാറില്ല. പുള്ളിക്ക് ഭയങ്കര മാനസികമല്ല, അയ്യോ അങ്ങനെയല്ല, മാനസിക വിഷമം എന്ന് പറയൂലേ നമ്മൾ, ആ സാധനത്തിലാണ് പുള്ളി. അതായത് എലക്ഷൻ വരുമല്ലേ, അപ്പൊ പുള്ളിക്ക് ആദ്യം തൊട്ടേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കേട്ടില്ല? കുടുംബത്തിൽ കയറിയില്ലേ ഇനിയിപ്പോ കാര്യമില്ലല്ലോ. കുടുംബത്തിൽ കയറി മത്സരിക്കാൻ പറ്റൂലേ? കൊള്ളക്കാരെയും പിടിച്ച് കയറ്റുവോ, മേറാക്കുവോ? എന്താ കേക്കെ നമ്മുടെ കുടുംബത്തിനെ പറ്റി അങ്ങനെ ഒരു വർത്താനം? അങ്ങനെയല്ല, പറയുമ്പോ അങ്ങനെയാണല്ലോ. കേക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ചന്ദ്രനുള്ള കുടുംബല്ലേ. ഈ മുതുക്കിലിറങ്ങി കേക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയ തക്കുടു വീട്ടിൽ ജോക്കി, തക്കുടു വീട്ടിൽ വാസു, തക്കുടു വീട്ടിൽ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. എല്ലാവർക്കും അത്രയും നല്ലൊരു ജോക്കി വാസൊക്കെ ഓക്കെ. ആ ലാസ്റ്റ് പറഞ്ഞ പേരുണ്ടല്ലോ, അത് ഒറ്റ പേര് മതി. അത് ഞാൻ ഞാൻ മറന്നു കളഞ്ഞേരെ. അങ്ങനൊരു പേരില്ല, ചന്ദ്രന്റെ പേര് വിട്ടേരെ. അത് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആണല്ലേ? എന്നാലും നമ്മള് ഇത്രയും പേരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ടുപൂട്ടി വോട്ട് ചെയ്യൂലേ? പിന്നെ ജോക്കിന് നേരത്തെ 100% വിശ്വാസമാണ്, 100% ശുഭാപ്തി വിശ്വാസം പുള്ളി ജയിക്കും. പുള്ളി കുറെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി കുടുംബത്തിൽ കയറിയ പിന്നെ പരിപാടി ഇല്ല. അതായിട്ട് കണ്ടാൻ വേണ്ടി ഭയങ്കര ജാടാന്നല്ലേ പറയുന്നത്. ആ കുടുംബത്തിൽ കയറുന്നതിന് മുമ്പ് പുള്ളി ഇവിടുത്തെ പിള്ളേരെല്ലാം ഈ അടിക്കും പിടിക്കും ഒക്കെ പൊക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരും സംസാരിക്കില്ലാത്തതുകൊണ്ടാണ് കേക്കെടുത്ത് വന്ന് സീരിയൽ കഥ പറഞ്ഞിരുന്നത്. എന്റെ അടുത്തല്ല, എന്റെ കാര്യം വിട്ടേക്കല്ലേ ഞാൻ പറഞ്ഞു. ആ സമയത്ത് പുള്ളി നാട്ടിലെല്ലാവരും തോളത്ത് കൈട്ടടക്കുകയല്ലേ. ഇപ്പൊ പിള്ളേര് ഏതാണോ ചന്ദ്രാന്ന് നോക്കിയ പുള്ളി വോട്ട് പോയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചിന്തിക്കണ്ടേ? എവിടെ ഉണ്ടാക്കിയത് കാണാൻ? ഞാൻ ക്യാമ്പസിലുണ്ട്. സെമിത്തേരി വരുമോ? ഞാൻ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചോട്ടെ, വേറൊന്നും കേക്കായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് മാത്രമാണ്. കേക്ക് ഞാൻ നിങ്ങൾ ഒന്നാമത്തെ കാര്യം കറുപ്പ്, നിഴല്, മറ്റേ ബ്ലാക്ക്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, പ്രേത, ശ്മശാനം, സെമിത്തേരി, ശവപ്പെട്ടി, ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആദ്യം വരാത്ത സ്ഥലല്ലേ സെമിത്തേരില്ല? അതാണ് അവിടെയുള്ള പ്രേതങ്ങൾ മാത്രം അത് വിശ്വസിക്കാൻ പറ്റും, മനുഷ്യന്മാരെ വിശ്വസിക്കാൻ പറ്റാത്ത പുറകിൽ നിന്ന് കുത്തും. ഓ, പ്രേതം പിന്നെ നേരത്തെ ഇമെയിൽ അഡ്രസ് അയക്കുമല്ലോ, ഇന്ന് വരും വൈകുന്നേരം വരും എന്നൊക്കെ. കാണില്ലല്ലോ, കാണില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ പണി നമുക്ക് മറ്റേ സാൻഡി ടു പാലല്ലേ, വലിയ പാലം, സുമതി വളവിന്റെ അടുത്ത് പാലില്ല. അല്ല, നമ്മൾ അന്ന് കണ്ട ഡാമിൽ കണ്ടാലോ?
ഓക്കെ. ഡാം ഒരു നല്ല എണ്ണമുള്ള സ്ഥലമാണ്. ഒറ്റക്കല്ലേ ഒരു എൻ്റെ കൂടെ മിസ്റ്റർ ചന്ദ്രബോസ് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഒറ്റക്ക് വന്നാ മതി. ആണല്ലേ, അവനെ കൊണ്ടുവരണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒറ്റക്ക് വന്നാ മതി. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്താ അത് ഞങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളായിരിക്കും, എല്ലാം നിരടുത്ത് പറയണോ? ഞാനില്ലാതെ ഇവിടെ ഈച്ച പറക്കൂല. ഈ ചീപ്പ് പറക്കുന്ന ഈച്ചയൊക്കെ നീ നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ പറക്കുന്നത്? ഇവരൊക്കെ പറഞ്ഞായിരുന്നാ പറഞ്ഞോട്ടേത്? അണ്ണനെ മൂലം സപ്പോർട്ട് നമ്മളിപ്പോ സിറ്റിയിൽ അൺബീറ്റബിൾ ഗ്യാങ് എന്നുള്ള നിലയിൽ അണ്ണന്റെ കൂടെ അണ്ണൻ ലൈഫ് ത്രെട്ടനിങ്. ദയവ് ചെയ്ത് വായെടുത്തൊന്നും പറയല്ലേടാ, നാളെ പുഴുത്തിരിക്കേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ പറയാം, ഒന്നും എടുത്ത് കുഴപ്പമില്ലടാ. 10-15 സ്ത്രീകൾക്ക് നിൽക്കാണ്, നാളെ പുഴുത്താലും കുഴപ്പമില്ല. അയ്യേ പിന്നെ 15 സ്ത്രീക്ക് സിറ്റിയിൽ എത്ര ഗ്യാങ് നിന്നിട്ടുണ്ട് ഇങ്ങനെ? അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മലയാള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രീക്ക് നിൽക്കണ ഫസ്റ്റ് ഗ്യാങ് നമ്മളാ. എന്റെ മുകളിലുള്ള വെക്കമുണ്ടാ? ഇല്ല ഇല്ല. അത് ഇങ്ങനത്തെ ഒരു ലോബിയിലല്ലേ? അതും കോൺകറർ ലോബിയില്. എന്നാ വരാൻ പറ, വെല്ലുവിളിക്കുന്നു. പുറത്തുനിന്ന് വരാൻ പറ, ഇന്റർനാഷണൽ ആൾക്കാര് വരട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെ ആയിട്ട് എനിക്ക് എന്റെ ഒരു ഇതില് സോളി എന്ന് പറഞ്ഞ മറ്റവന്മാര് അടിച്ച് പെരട്ടോല നമ്മൾ ഇവിടെ ഇട്ട് കവട്ടക്കുത്ത് തൊടുവോ നമ്മളെ തൊടുവോ പിടിക്കറക്കൂലണ്ണാ പിടിക്ക. ജോണോട് വരാൻ പറ. നമ്മളെ അണ്ണാ നമ്മളൊരു 30 മിസൈലാണ് നമ്മളിങ്ങനെ നിരത്തി വെച്ചേക്കണം. 30 മിസൈല് 30 ബാക്കിയോടെ പോയി. മതി. ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ചന്ദ്ര, ഞാൻ തത്സമയത്തിലൊന്ന് പറഞ്ഞേ ബ്രോ. ഇതുപോലെ തന്നെ ചന്ദ്രന്റെ POV അപ്പുറത്തുണ്ട്. കട്ട് ചെയ്യുമ്പോഴും അവിടെ പോയി കട്ട് ചെയ്യണം. അവിടെ ആകുമ്പോ അവന്റെ മുഖമൊക്കെ ആയിട്ട് ഫുൾ ഇതുണ്ട്, അത് കട്ട് ചെയ്തിട്ടേക്കേ. അല്ല, ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞേ, അണ്ണാ മുതുക്കിൽ റിപ്പയർ വണ്ടി എടുക്കുമ്പോ ഇമ്പോണ്ടി പോകും. ഈ എച്ചിയുടെ ഒക്കെ തല കണ്ട ഒരു വഴിക്ക് പോടാ, ഡിലേ ആക്കാതെ റിപ്പയർ ചെയ്യാതെ മുതുക്കി പോടാ. അണ്ണ റിപ്പയർ എന്ന് പറഞ്ഞ അണ്ണ വണ്ടി എടുക്കാനല്ലേ മുതുക്കില്? റിപ്പയറിൽ ആരെങ്കിലും വണ്ടി എടുക്കുവോ? അല്ല, മുതുക്കില് വണ്ടി എടുക്കാനല്ലേ? അണ്ണ വണ്ടി ഇമ്പോണ്ടി പോകും മുതുക്കിന്ന് എടുക്കുമ്പോ. അതെങ്ങനെ? അതൊരു ബഗ്. അതല്ലേ ഞാൻ പറഞ്ഞത്, നേരെ പീഡിയിൽ ഇമ്പോണ്ട് ഉണ്ട്, ഗാരേജും ഉണ്ട്. ഇമ്പോണ്ടി പോയാൽ നേരെ മതി പോകാം. അണ്ണൻ ട്രൈ ആക്കി നോക്ക്, ചിലപ്പോ കിട്ടും. നോക്കി നോക്ക്. അല്ല വേണ്ട, അവിടെ നിന്ന് അല്ല, ട്രൈ ആക്കട്ടെ. മച്ചാന്റെ പേരെന്താ? മൈക്ക്. എന്റെ പേര് ഷിബു. മൈക്ക് എന്ത് ചെയ്യുന്നു സിറ്റിയില്? എന്ത് ചെയ്യണു? നമ്മളിങ്ങനെ തേരാപ്പാര നടക്കണോ? അണ്ണൻ എന്റെ ഇൻസ്റ്റ മാത്രം നോക്കി. അണ്ണ ഒരു കിടിലം വണ്ടി. അതാണോ ഒറ്റക്ക് വരാൻ പറഞ്ഞേ? അത് പുള്ളി മാറി നിന്നോളൂ. പിള്ളേർ ലിങ്ക് വെച്ചെന്ന് പോണം അർജന്റ്. എന്ത് അവര് സെറ്റാക്കി BM-ന്റെ. അർജന്റ് ഇപ്പൊ തന്നെ പോണം. വണ്ടി കയറണോ? അയ്യോ, അവന്റെ കൂടെ പെങ്കൊച്ചിനെ നിർത്താൻ പറ്റൂല. കുഴപ്പമില്ല. എന്താണ് ചന്ദ്രബോസ്? വയലിന്റെ ആവല്ലേ. ഒരു മിനിറ്റിലുണ്ട്, ഒരു കാര്യം പറഞ്ഞേ. എന്താണ് വാസ്തവം വിളിച്ചത്? കിട്ടുന്നില്ല, കാണുന്നില്ല. മൊത്തത്തിൽ കുറെ പ്രശ്നങ്ങളിലായിരുന്നു കേക്ക്. ആ വണ്ടി ഫോളോ ചെയ്യുന്ന വാസ്തവ ഡോണ്ട് ഫോളോ LX2. വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണേ. എടാ, ഞാനൊരു ഇന്റിമേറ്റ് മീറ്റിംഗിലാണ്, ഇപ്പൊ വരാം. അല്ലല്ല, വേറെ ഗാങ്ങിന്റെ കാര്യം. നീല ഞാൻ അങ്ങോട്ട് വന്നിട്ട് ബാക്കി ചേട്ടന്റെ കൂടെ ചുമ്മാ ഇവിടെ ഇറങ്ങണോ? എങ്ങനെയാണ്? ഭയങ്കര പരാതി വസ്തു എന്താണ്?
ക്ലാസ് വിളിച്ചിട്ട് എടുക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അവന്റെ ബുദ്ധി കണ്ടോ? അവിടെ പോയിട്ട് ഫോണിൽ സൂം ചെയ്തിട്ടുണ്ടോ? കുടുംബത്തിലെ എടാ ബുദ്ധി ഇല്ലാത്ത തവളപ്രക്കാടി, അങ്ങേർക്ക് ഇവിടെ നിന്ന് ഇങ്ങേർക്ക് കാക്കയുടെ കണ്ണെന്തോആണ്, ഇങ്ങേർക്ക് ഇവിടെ നിന്ന് കാണാം നീ അവിടെ ഇരുന്ന് ഫോൺ സൂം ചെയ്യുന്നത്. ഞാൻ വെറ്റടിച്ചോളാം. എന്തൊരു അനുസരണ. ആ പറ കേക്ക, എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ചെയ്തോ? ഓക്കെ. കേക്കെ ഞാൻ ഗ്യാങ്ങിന്റെ കുറച്ച് തിരക്കുകളിലായതുകൊണ്ടാണ് കേക്കെ വന്ന് കാണാൻ പറ്റാഞ്ഞത്, ഇതാക്കാൻ പറ്റാത്തത് വായിപ്പോയത്, മനസ്സിലായ? വേറെ ഒന്നും കൊണ്ടല്ല. ഒരു മിനിറ്റ്. അതെ, ഹലോ 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 കേൾക്കാം. എന്താ? ആ കേക്കെ പറ. കേക്കെ 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 കേൾക്കണ്ടോ? കേക്കാം, പറ കേക്കെ. വാസു കുറച്ചുകൾ പരാതി പറഞ്ഞു. വാസു വിളിച്ചിട്ട് മിണ്ടുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആര് എന്താ അതൊക്കെ ഭയങ്കര മോശമല്ല വാസു? ആര് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു പരാതി? വേറൊരു മണ്ടിപ്പെണ്ണ വണ്ടിയും കൊണ്ട് പോകുന്നത്. അതിന് പരിചയമുണ്ടോ? ഡുണ്ടുവിന് പരിചയപ്പെട്ടുണ്ടോ? ഇല്ല. എപ്പോ വന്നാലും ഏതെങ്കിലും പെമ്പിളാരുണ്ടാവും കൂടല്ലേ? ഓ അത് ലൂസി പെണ്ണ, അനീതി. വണ്ടി പോണ്ട വെള്ളത്തിൽ കളയും. ആ കെ ഫയൽസ് എന്ന് ഇറങ്ങുമെന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കണം കേട്ടാ. എന്റെ ഫയൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. എന്റെ പൊന്നു മോളെ ആ വണ്ടി താഴേക്കിറക്കിയിട്ട് കൊണ്ടുപോകും, വെള്ളത്തിൽ കളയണ്ട. ആ പെണ്ണതുകൊണ്ട് വെള്ളത്തിലിട്ട്. ആ ഇല്ല, സർഗയുടെ ഗേൾഫ്രണ്ട്. ഇതാണ് സർഗയുടെ ഗേൾഫ്രണ്ട്. എന്നിട്ട് ഇറങ്ങാം. ആ ശരിയല്ലേ ഡുണ്ടു. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ SRKയുടെ ഫ്രണ്ട്. ആ അതായിരുന്നല്ലേ. ഹായ്. ആ ഫ്രണ്ടിനെ അറിയൂ? അറിയാം ഏ അറിയാം അറിയാം. ഹലോ ഹലോ. ദർശനല്ലേ ഇത്? അതെ. ഹായ് ദർശന. എന്നിട്ട് മനസ്സിലായില്ലല്ലേ? പിന്നെ മനസ്സിലാവാതിരിക്കോ? എവിടെ ചെന്നാലും അറിയാലോ. ഇതെന്താ കാണുന്നില്ല, ചെരുപ്പ് ഇടണോ? ചെരുപ്പ് ഇട്ടിട്ടുണ്ടാ? കാണുന്നുണ്ട്. ഞാനും ഇടുന്നു. കാണുന്നുണ്ട്. വെയിറ്റ് ആക്ക്. അനുഗ്രഹം എടുക്കുന്നതായിരിക്കും, വലിയ പുള്ളിയല്ലേ? അയ്യേ വേണ്ട. അത് അങ്ങനെ ഒരു വർത്താനം കുട്ടി. അല്ല ഞാൻ ഉദ്ദേശിച്ചത് അനുഗ്രഹം അത് കല്യാണം കഴിഞ്ഞിട്ടാവാൻ സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങൾ ആരെങ്കിലും തല്ലിക്കൊന്നാ പിന്നെ മോൾക്കാരാ? ഓ അങ്ങനെ ഞാനോർത്തതൊരു ഇൻസൾട്ട് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അയ്യോ അയ്യോ ഒരിക്കലല്ല. അങ്ങനെ നിങ്ങളെ കാര്യം ഇൻസൾട്ട് ചെയ്യാ വാസു? എന്താ വാസു ഇതെനിക്കൊരു ഇൻസൾട്ട് ആയി പോയി കേട്ടോ. എന്നോട് ഭയങ്കര ഞാൻ നോക്കി മുതുക്കിരുന്ന് ഭയങ്കര വാസവണ്ണം ഗ്യാങ്ങിന്റെ കാര്യം നോക്കിയാ പോരാ, എടുക്കുന്നില്ല, മൈൻഡ് കുട്ടി. അത് ഗ്യാങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ്. നമുക്ക് വേണ്ടിയുള്ള പെമ്പിളാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിയൊക്കെ. നമുക്ക് വേണ്ടിയുള്ള പെമ്പിള്ളാരും അതൊക്കെ കേൾക്കാം. അങ്ങനെ ഒരു പ്രയോഗം. പെങ്കൊച്ച് നമുക്കെന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് വേണ്ടി പറയാൻ പറ്റില്ലല്ലോ. അത് ഞാൻ ഓൾറെഡി ഈ ദർശനയുടെ അടുത്ത് ഞാൻ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അവൈലബിലിറ്റി ഭയങ്കര ശോകമായിരിക്കും. കാരണം കേക്ക് പോലും കേക്ക് തന്നെ പറഞ്ഞില്ലേ എത്ര നാളായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ കാര്യം കണ്ട ഇച്ചിരി കുറവുള്ള വെച്ചാ ഞാനും ദർശവും ജാഞ്ചികറ. ഇതൊക്കെ ഏത് യൂണിവേഴ്സാ? അതെ അത് കാര്യം കണ്ടോ, അത് ഇച്ചിരി അത് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഓൾറെഡി ദർശനയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്ക് ബിസിയും തിരക്കും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റൂല എന്നുള്ളൊരു രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നേ. അത് ദർശനക്ക് ഓൾറെഡി അറിയാം. ദർശനം അറിയാവുന്നതല്ലേ? ആണോ ദർശനം എനിക്ക് പറയണം. അണ്ണം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനിടയ്ക്ക് ചായ കുടിക്കാൻ പോയെന്ന് കേട്ടു. ആ അതന്നെ, ചായ കുടിക്കാൻ പോയെന്ന് കേട്ടു. ആരുടെ കൂടെ ചായ കുടിക്കാനാ? കേട്ടൂല, അറിഞ്ഞു. ചായ കുടിക്കാനാ? ഞാനാ? കുട്ടി എനിക്ക് ചായ അലർജിയാണ്. എന്റെ ബ്ലഡ് ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
എന്റെ ചായ എനിക്ക് അലർജിയാണ്, മനസ്സിലായ? കോഴിക്കഫേല് അണ്ണന് അണ്ണൻ കോഴിക്കപ്പയിൽ ഞാൻ പോയിട്ടില്ല. ഞങ്ങളുടെ ദർശനം നന്നായിട്ട് ചായ ഉണ്ടാക്കും. വേണമെങ്കിൽ ഓളെ കെട്ടിയിട്ട് ഓളുടെ അടുത്ത് വാങ്ങി കുടിച്ചോ. അത് എനിക്ക് ചായ അലർജിയാ കുട്ടി. അതെന്താ പാലോളം കുടിക്കാൻ പോയതായിരിക്കും. അല്ല, എനിക്ക് ചായ പണ്ടോട്ടേ അലർജിയാണ്, ഞാൻ ചായ കുടിക്കാറില്ല. ഓ എന്നാ പാൽ ചായ ഉണ്ടാക്കി അല്ല, പാൽ ചായ കുടിക്കാറില്ല, ഒരു ചായ കുടിക്കാറില്ല. പാൽ ചായ, മറ്റേത് കട്ടൻ ചായ. അതെ, വെള്ളമെങ്കിലും കുടിക്കോ? വെള്ളം കുടിക്കും. വേറെ തോട്ടിൽ വെള്ളം പാരി കുടിക്കാൻ പറ്റത്തില്ലല്ലോ. വീട്ടിൽ കുപ്പിയിൽ ബോട്ടിലുണ്ട്, ഇതുപോലത്തെ വെള്ളങ്ങൾ സ്മൂത്തീസ് ഒക്കെ കുടിക്കാറുണ്ട്. ചെലവ് ഞാൻ നമ്മളിവിടെ ചായ തിന്നാൻ വന്നല്ലോ. എടാ കൃഷ്ണൻകുട്ടി, നിങ്ങൾ ആരുടെ കൂടെ എന്താ കേക്ക്? ഏതോ പെങ്കൊച്ചിനെ കൂട്ടി തിരക്കിനിടയ്ക്ക് ഏതോ പെങ്കൊച്ചിനെ കൂട്ടി കഴിക്കാൻ പോകുന്നത് കിട്ടും. അങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ പോയിട്ടില്ല കേക്ക്. അങ്ങനെ ഒരു തെളിവായിട്ട് ആരെങ്കിലും വന്നാ ബാക്കി അന്നേരം ഞാൻ പറയാം. തെളിവായിട്ട് വരട്ടെ. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ. ആ പറഞ്ഞോ. ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ കുട്ടി? ഞാൻ ഒരു കാര്യം പറയട്ടെ. ദർശന മമ്മൂട്ടിയെ എത്രയോ പേർക്ക് ഇഷ്ടമാണ് എന്നിരുത്തി ബാക്കി മമ്മൂട്ടിക്ക് ഇവരെല്ലാം ഇഷ്ടമാണോ? അങ്ങനല്ല. അപ്പൊ വെറുതെ ചുമ്മാ എന്റെ കൂടെ വന്നു, എന്റെ കൂടെ ഡേറ്റിന് വന്നു എന്നൊക്കെ ക്രെഡിറ്റിന് വേണ്ടി ചിലപ്പോ പറഞ്ഞായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റി. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാലോ. മമ്മൂട്ടിക്ക് ഒരാളെ മാത്രം ബാക്കിയുള്ളവരെ കവിഹിതം വെക്കാലോ. മമ്മൂട്ടി ആ ഒരു ലെവലിലേക്ക് തരുന്നുണ്ടല്ലോ എപ്പോഴും, മനസ്സിലായ? മമ്മൂട്ടിക്ക് എപ്പോഴും ഒരു ലെവലുണ്ട്. അപ്പൊ അറിയാം. പറഞ്ഞോട് നടക്കില്ലല്ലോ. ഇവളെ ഞാൻ എന്റെ കുടുംബത്ത് കയറ്റൂല. അവന് ഇതിനോളം കേക്കേ, ഞാൻ എന്റെ തിരക്കുകളെ പറ്റി പറയാറുണ്ടായിരുന്നു കേൾക്കരുത്. അത് ദർശന കേക്ക് രണ്ടുപേരടുത്ത് ഇന്ന് നമ്മുടെ ബ്ലാക്ക് മാഫിയയുടെ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അതിൽ വിളിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഓടി വന്നത്. ഇനിയും ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ അതെ ചന്ദ്രൻ പിണങ്ങും. എന്തോ? ഞാനല്ലല്ലോ ബ്ലാക്ക് മാഫിയുടെ ആളാണ്, അവര് വിളിക്കണ്ടേ? എന്നെ ഒരു കല്യാണത്തിന് വിളിച്ചു, ഞാൻ അതിന് പോകുന്നുണ്ടെന്ന് വിചാരിച്ച് കുട്ടിയെ കൊണ്ട് എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ബ്ലാക്ക് മാഫിയുടെ പരിപാടി എവിടെ വെച്ചാ നടക്കണേ? അത് എവിടെയായിട്ടായിരിക്കും? അല്ല, ഇവിടുന്ന് അതും 2 ലോക. അല്ല, എന്നാലും മാപ്പിൽ ഏകദേശം എവിടെയായിരിക്കും? മാപ്പില് നടുക്കായിട്ട് വരും. എവിടെ? മാപ്പിന്റെ നടുക്കായിട്ട് ഏകദേശം ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. വരട്ടെ, വണ്ടി കൊണ്ട് വരട്ടെ. ഞാൻ വരണോ മീറ്റിങ്ങിന്? 5020 5020 കറക്റ്റ് 11:20 ആകുമ്പോ തുടങ്ങും. ഓക്കെ, അവിടെ വെച്ച് കാണാം ദർശന. ഞാൻ വരാം, ഉറപ്പായിട്ട് വരാം. ഞാനിപ്പൊ പോയില്ലെങ്കിൽ ചന്ദ്രൻ പ്രശ്നമാക്കും. വണ്ടി കയറി ഒരു മിനിറ്റ്. ഓക്കെ, ഞാനെന്നാ പോയിട്ട് പിന്നെ വരാം ദർശന. 2 വാക്കായി, പോട്ടെ. ഓക്കെ, ബൈ. എന്തായിരുന്നു പേര് പറഞ്ഞത്? ഡുണ്ടു അല്ലേ? ഡുണ്ടു, കാണാൻ ഡുണ്ടു. കേക്കെ, പോയിട്ട് വരാം. എങ്ങനെ പോകുന്നു? വണ്ടി ഉണ്ടല്ലോ നമ്മുടെ. വണ്ടിയും കൊണ്ട് പോയോടാ നീ. LX2 എവിടെ? വാ, പോയിട്ട് വരാം ദർശന. പോയിട്ട് വരാം കേക്കെ, പോയിട്ട് വരാം. വണ്ടി എടുത്തേ എനിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെടാ. ഈ കൃഷ്ണൻകുട്ടിയല്ലേ
ഈ കൃഷ്ണൻകുട്ടിയുടെ കറുത്ത ഉളുപ്പും കറുത്ത വണ്ടിയും മറ്റേ കളസവും വള്ളി നിക്കറും എല്ലാം കൂടെ ഞാൻ ഒരു ദിവസം കത്തിക്കും. ഈ ഇല്ലീഗൽ സൈഡ് നോക്കിയാ പോരെ. എന്റെ ഇല്ലീഗലിലോട്ട് കയറി കളിക്കണേ എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. ഇല്ലീഗലിലോട്ടൊക്കെ കയറി കളി തുടങ്ങി. ഗ്യാങ്ങിന്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് 24 മണിക്കൂർ ഇടവും വലവും. സത്യം ആരെയും ഒക്കെ കാണും. ആ പരിപാടിക്ക് പോണ്ടേ? പിന്നെ പോകണ്ടേ? പിന്നീട് വെച്ച് കണ്ടായിരുന്നു. നീല ഇറ്റാച്ചി നിനക്കൊക്കെ അങ്ങ് തരിപ്പ് കേറി നിൽക്കുന്ന കേട്ടോ. നിനക്കൊക്കെ അങ്ങ് ഇപ്പം നിനക്കും ഉണ്ട്. നീ കൂട്ടത്തില വലുതായിട്ടില്ല. എന്നാലും നീലേ നീ ഒരു വെടിവീരനെ കൊണ്ടുവന്നായിരുന്നല്ലോ അസൻഷ്. അവന് എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല ഇതുവരെ അല്ലെ? അയ്യോ അതായിരിക്കുമല്ലോ, അവന്മാർക്കായിരിക്കുമല്ലോ തരിപ്പ് കൂടുതല്. അതെ, പക്ഷെ അവർക്ക് പെണ്ണില്ല. മറ്റവന്മാര് പിടിയൻസ് ആണ്. അത് പിടിയൻസ് അണ്ണൻ എന്തായാലും എന്നെ ഇൻസ്റ്റേ ഫോളോ ചെയ്തില്ലല്ലോ. എന്തൊക്കെ കാറ്റഗറിയാണ്